തീവ്രവാദവും കയ്യിൽ വെച്ചുകൊണ്ട് ഇനി വെള്ളം ചോദിച്ച് വരരുത്. പാകിസ്ഥാന്റെ മുഖത്ത് നോക്കി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ നൽകിയ ഈ മറുപടി വെറുമൊരു മുന്നറിയിപ്പല്ല, മാറിയ ഇന്ത്യയുടെ പ്രഖ്യാപനമാണ്. അയൽക്കാരൻ മോശമായാൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. ചെന്നൈ IITയിൽ നടന്ന ചടങ്ങിലാണ് പാകിസ്ഥാനെതിരെ ജയശങ്കർ ആഞ്ഞടിച്ചത്. നമുക്ക് മോശം അയൽക്കാരുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. പക്ഷെ അവർ അതിർത്തിക്കപ്പുറം നിന്ന് ഭീകരവാദം തുടരാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകും എന്ന് ജയശങ്കർ വ്യക്തമാക്കി. ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിലെ മാറ്റം നമ്മൾ കാണേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞതിലൂടെ പാകിസ്ഥാന് മാത്രമല്ല, ഇന്ത്യയെ ഉപദേശിച്ച് നന്നാക്കാൻ വരുന്ന വല്യേട്ടൻ കളിക്കാൻ ശ്രമിക്കുന്ന വൻ ശക്തികൾക്ക് കൂടിയുള്ള മറുപടിയാണ് അവിടെ അദ്ദേഹം നൽകുന്നത്. ഈ വാക്കുകൾക്ക് പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ നമുക്കറിയാം, പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവും അതിന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള കാര്യവും. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭീകര താവളങ്ങൾ മാത്രമല്ല, സൈനിക കേന്ദ്രങ്ങൾ കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നത്. 100-ലധികം ഭീകരരെ വധിച്ച ആ ഓപ്പറേഷൻ ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ തന്നെ തെളിയിച്ചതാണ്. അപ്പോൾ അക്രമം നടത്തിയിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി വരാൻ പാകിസ്ഥാനെ ഇനി ഇന്ത്യ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സിന്ധു നദീജല കരാർ പോലും ഇപ്പോൾ ഇന്ത്യ പുനഃപരിശോധിക്കുന്നത്, അത് റദ്ദാക്കുന്നത് അതുകൊണ്ടാണ്. ഇത് പഴയ ഇന്ത്യയല്ല. അതായത് അടി കിട്ടിയാൽ മിണ്ടാതിരിക്കുന്ന കാലം കഴിഞ്ഞു. തിരിച്ചടിക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കട എന്ന് അമേരിക്ക പറയുമ്പോൾ അത് കേൾക്കുന്ന ഇന്ത്യയുമല്ല. അടിച്ചാൽ തിരിച്ചടി ഉറപ്പുള്ള പുതിയ ഇന്ത്യയാണിത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ സൈനികമായും നയതന്ത്രപരമായും ഇന്ത്യ എത്രത്തോളം ശക്തമാണെന്ന് ലോകം കാണുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. എസ് ജയശങ്കറിനെ പോലൊരു വിദേശകാര്യ മന്ത്രി ഉള്ളപ്പോൾ ഇന്ത്യയുടെ ശബ്ദം ലോകവേദിയിൽ മുഴങ്ങിക്കേൾക്കും. അതിൽ യാതൊരു അത്ഭുതവുമില്ല. നല്ല അയൽക്കാർക്ക് ഇന്ത്യ എന്നും നല്ല സുഹൃത്ത് തന്നെയായിരിക്കും. പക്ഷേ പണി തരാൻ വരുന്നവർക്ക് 8ന്റെ പണിയും ഉറപ്പാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. രക്തവും വെള്ളവും ഒന്നിച്ച് ഒഴുകില്ല. ഇന്ത്യയുടെ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നരേന്ദ്രമോദി സർക്കാരിനില്ല. കയ്യിലിരിപ്പ് നന്നായാൽ പാകിസ്ഥാന് കൊള്ളാം എന്ന് മാത്രം. അല്ലെങ്കിൽ ഇനിയും ഓപ്പറേഷൻ സിന്ദൂറുകൾ ആവർത്തിക്കും. ജയശങ്കർ പറഞ്ഞതുപോലെ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കും. ഏതറ്റം വരെയും അതിനുവേണ്ടി പോകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.